الرحيم ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. آياتنا itu ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. يوم القيامة ഒരു അഖീദയാൽ പറഞ്ഞത് നന്മ തിന്മകളുടെ ഏറ്റക്കുറച്ചിലെല്ലാം എന്താക്കും? തോന്നി കണക്കാക്കും. നന്മയും തിന്മയുടെ ഏറ്റക്കുറച്ചിലേ എല്ലാം തൂക്കി കണക്കാക്കും. അതിനാണല്ലോ മവാസീൻ, നോക്കാനുള്ള തറാസ്. അത് നീതിയുള്ള തലാശാണെന്നാണ് പറഞ്ഞത്. വളരെ കറക്റ്റ് ഖിയാമത്ത് നാളിൽ. അപ്പോൾ തൂക്കി കണക്കാക്കൽ അത് അള്ളാഹുവിൻ്റെ സൗകര്യം പോലെ ചെയ്തോട്ടെ. എങ്ങനെയാണ് കണക്കാക്കുന്നത്? എന്ത് തലാശാണ്? അതിനെപ്പറ്റി എങ്ങനത്തേതാണ്, ഏതാണ്, അതിന് തട്ടുണ്ട, ചെമ്പിൻ്റെ പാത്രമാണോ സ്റ്റീൽ പാത്രമാണോ, അതൊന്നും ചോദ്യത്തിന് അർത്ഥമില്ല. പിന്നെ ചോദിക്കും അയമാല് എന്നുള്ളത് ഹിസിയായ സാധനമല്ല. അപ്പിനെങ്ങനെ വെക്കല്? അങ്ങനെ ഇപ്പം ഹിസി മാത്ര ഈ മൂത്രത്തിലുള്ള രക്തത്തിലുള്ള പഞ്ചസാര നോക്കുന്നില്ല, അത് ഹിസിയ. അതെ അതെ, അത് കണക്കാക്കേണ്ട എന്തെങ്കിലും ഒരു ആകത്തുണ്ടായാൽ പോലെ. പെരിയാളക്കലെങ്ങനെയാണ്? പെരി തുളസിന് തട്ടിൽ വെച്ചിട്ടുള്ളക്കല. അതൊക്കെ ഇസ്ലാമിനോടുള്ളൊരു ഒരു വെറുപ്പുകൊണ്ട് എന്തുണ്ടെങ്കിൽ എന്തെല്ലോ ഒരു ഉരുട്ട് ബുദ്ധിയുണ്ട് ചോദിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നഫ്സും ഒരു വിധത്തിലും ഒരു ശൈഖ് കൊണ്ടെന്നാവില്ല, അതൊന്നും സംഭവിക്കൂല എന്നവർ. അപ്പൊ ഹസനാത്ത് ഉള്ളത് ഒരൊറ്റൊന്നും വിട്ടുപോകൂല, കുറച്ച് കാണിക്കൂല. സയ്യാദ് ഇല്ലാത്തത് ചേർക്കലുമില്ല. അതല്ലേ വൈകാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. അതെന്താ നമ്മൾ ചെറിയ ഒരു ധാന്യത്തിന് ഉദാഹരണം കാണിച്ചത്. ഖർദൽ കടുവിനാണുള്ള ഒരു ഹബ്ബത്തിൻ്റെ തൂക്കാണെങ്കിലും അത് കഴിഞ്ഞാൽ അതവിടെ കൊണ്ടുവരുമെന്നാണ്. അത് സാധാരണ അത് പൊട്ടുമ്പോൾ നോക്കലല്ലോ, സാധാരണ അതൊന്നും വെക്കൂല. എന്നിട്ട് ഹിസാബ് എടുക്കാൻ നമ്മൾ തന്നെ മതി, വേറെ സഹായം വേണ്ടെന്നും പറഞ്ഞു. ഒക്കെ പിന്നെ ആശിബി ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين الذين يخشون ربهم بالغيب وهم മൂസ ഹാറൂൻ അലൈഹി വസ്സലാത്തു വസ്സലാം രണ്ട് റസൂലാണല്ലോ. അവർക്ക് ഫുർഖാനിനെ കൊടുത്തു. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ തൗറാത്താണ്. അതെ, തൗറാത്ത് അതിൻ്റെ അലമായിട്ട് പറയും, അതിൻ്റെ വസ്തു പറയും. അതുകൊണ്ട് ഖുർആനുള്ള അദീമിനെയും പറയും ഫുർഖാൻ. എന്താണ് ഫർഖാൻ എന്ന് പറഞ്ഞാൽ? നന്മയും ജന്മയും വേർതിരിക്കുന്ന സാധനം. ദിയാ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ശോഭ, നൂറിനാക്കണ കടുപ്പം കൂടി ദിയാ. മുത്തക്കിങ്ങൾക്കോ അതിൽ ഒരുപാട് പാഠം ഉൾക്കൊള്ളാറുണ്ട്. ആ മുത്തക്കിങ്ങൾ അസ്ബ പറഞ്ഞതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൈബ് കൊണ്ട് എന്താക്കും? പേടിക്കും. പക്ഷെ അള്ളാഹ് കൺമുമ്പിൽ കണ്ട വകയിൽ പടി കണ്ടുകൊണ്ട് പഠിച്ചല്ല, ഗൈബിലായ സ്ഥിതിയിൽ തന്നെ. അതുപോലെ ഖിയാമത്ത് നാളിനെ പറ്റി ഒരു ഭയങ്കര പേടിയാണ്, എന്താ സംഭവിക്കാന്നുള്ളത്. ഇനി അടുത്തത് ഖുർആനെ പറ്റിയാ പറയുന്നത്. മഹാദ
അത് ഖുർആനെ പറ്റി പറഞ്ഞു. ഇത് ദിക്റാണ്, മുബാറക്കാണ്, അൻസൽനാഹു നമ്മളാണ് അത് ഇറക്കിയത് എന്നും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനെ പറ്റി 3 വസ്തുക്കൾ. കേട്ടോ, നിങ്ങളത് ഇൻകാറാക്കുന്നവരാണോ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻകാറാക്കുന്നവരല്ല, അത് നിശ്ചയിക്കുന്നതിനെ കുറിച്ചല്ല ചോദിക്കുന്നു. അതിനടുത്ത് ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. അതിനെക്കുറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പറ്റി പറയും. പിന്നെ വേറെ മുസ്ലിങ്ങളെ പറ്റി അടുത്ത് ചർച്ച ചെയ്യും. പിന്നെ إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها ما هذه التماثيل التي أنتم لها عاكفون. ഇബ്രാഹിം അലൈഹി സ്വലാമിന് റുഷ്ദ് നൽകി. ആ റുഷ്ദിനാലുള്ള എന്താണ്? പിതാവിനോടും കൗമിനോടും ചോദിക്കുന്നത്, എന്താ ഈ തമാസീൽ? തമാസീലിൻ്റെ ഉള്ളിൽ കാതലില്ലാത്ത വസ്തു. അപ്പം പുറമേ ഉണ്ടാകും. അതിന് വേണ്ടിയില്ല നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ സമയവും ഇതെല്ലാം കളയുന്നു. അപ്പം ഇക്കാലത്തുള്ളത് മുമ്പിൽ മിമ്മെങ്ങനെ വെച്ചിട്ടില്ലെങ്കിലോ ഊർജവും സമയവും പൈസ എല്ലാം എന്താകും? കുറേ അങ്ങോട്ട് കളഞ്ഞിട്ട് എന്താ പറയുക, അങ്ങോട്ട് നേടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മളെ പഞ്ചഭാഗ്യ പറഞ്ഞില്ലേ, ഉണങ്ങിപ്പോയെങ്കിൽ 2 നിസ്കാരം കൊള്ളാകൽ എന്നെല്ലാം പറഞ്ഞേ. അതാ ഇന്നത്തെ തമാസീൽ. തമാസയിൽ മുമ്പിൽ വെച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മുമ്പിലുണ്ടാവും, ഉണ്ട്. അതിനാണ് എത്ര കോടികൾ ചിലവാക്കുന്നത്. 1 ലക്ഷങ്ങളായിട്ട് മുതലിട്ടിട്ട് ഗേറ്റ് ഉണ്ടാക്കിയിരുന്നു. ഗേറ്റ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു കോജയിൽ കൂടി കയറി എൻ്റെ ഉടപ്പിച്ചാണ്. അവിടെ ചോദിക്കാം, ആദ്യം തമാസയിൽ ഈ കോടി ലക്ഷങ്ങൾ കൊടുത്തിട്ട് എന്താക്കുക? ഏതെങ്കിലും സാധുവിൻ്റെ കടം തീർക്കാനോ അല്ല ചികിത്സക്കോ അല്ല വീട് നിർമ്മാണത്തിനോ ഭക്ഷണം വിശപ്പെടുത്താനോ എന്ന് വെച്ചൂടെ? ഇങ്ങനെ ഈ ഗേറ്റ് ഉണ്ടാക്കി ഇവിടെ കയറി കഴിഞ്ഞുണ്ടാക്കുക. അതിനെ കിട്ടി ആർക്കും എന്താ നേടിയത്? അപ്പം ഇതിൽ പൊതുവാക്കാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അതിനോട് മാത്രം പറയാനുണ്ടാവില്ല, ഇന്ന് നടക്കുന്ന എല്ലാത്തിനും. ഇതിനു വേണ്ടി കുറേ സമയം ചിലവാക്കിയിട്ടുണ്ട്, കുറേ അധ്വാനം പോയിട്ടുണ്ട്, കുറേ പൈസയും പോയിട്ടുണ്ട്. എന്നിട്ട് എന്ത് നേട്ടം? ഈ ചിലവെല്ലാം ക്യാപിറ്റൽ ഇറക്കിയിട്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. വല്ലാഹിൽ എന്താണ്? മഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ. അപ്പം അതിനുത്തരം എന്താണ്? പണ്ടും പണ്ടേ തെളിവൊന്നും പറയാനില്ല. قالوا وجدنا آباءنا لها عابدين. അതാണ് ഉത്തരം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെയൊക്കെ ചെയ്ത മകനെ കണ്ടിട്ടുണ്ട്, അതുപോലെ നമ്മളും ചെയ്യുന്നു. അപ്പം ആ മറുപടി കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം തൃപ്തിപ്പെട്ടില്ല. അവരെന്തൊക്കെ അനാവശ്യത്തിൽ ചിലവാക്കിയോണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോന്നാണ് പിന്നെ ചോദിച്ചു. قال لقد كنتم أنتم وآباؤكم في ضلال مبين. അവർ പറഞ്ഞ മറുപടി قالوا أجئتنا بالحق أم أنت من اللاعبين. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മറുപടി ആദ്യം മുസാഫിൽ അങ്ങനെ തെറ്റിയിട്ടുണ്ടെന്നാണ് നോക്കട്ടെ. കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ? وأنا على ذلكم من الشاهدين. ഈ കെയർലെസ് ആയിട്ട് അടിക്കുന്ന മുസാഫ് ഉണ്ടാവുക. ഇപ്പം ഇതിൽ ഉസ്മാനിൽ ഇപ്പം ഇറങ്ങാൻ തുടങ്ങി. പഴയകാലത്ത് അടിച്ചിട്ട് ആർക്കും എന്തും അടിക്കാം. KTCൻ്റെ പ്രസ് ഇപ്പോൾ എന്തോരം ആവശ്യത്തിന് കോഴിക്കോട്ട് അതിന് മുമ്പിൽ തന്നെയുള്ള വലിയ മനുഷ്യ പൂർണ്ണ രൂപത്തിലുള്ള ഹനുമാനാണ്. എന്താന്ന് മറ്റേ ആ മൂക്ക് വലുതായ ENTക്കാരുടെ മറ്റേ മുറിച്ചു മാറ്റാൻ വരണം. എന്നിട്ട് ഓൻ പറയാൻ നിങ്ങളെ ഖുറാനെല്ലാം ഇടുന്നാലും മടിക്കലെന്ന്.
അവനടിച്ച കൂടെ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ നിന്ന് എന്താക്കി ഒത്തവപ്പന മഹല്ലബ് ബാബ് നോക്കി ഞമ്മന്താക്കി അതൊന്ന് കലമ്പി. അവസാനം പറഞ്ഞു ഉസ്താദ് മുസാഫിലുള്ളതെങ്ങനെയാണ്? അവസാനം എന്താക്കി ആ കുട്ടി ഉത്തരവാദിത്തല്ലോ, ഞാൻ അതിനെ കൂടെ പൊരുത്തപ്പൊടി ഒരു മുട്ടയിലും വാങ്ങി കൊടുത്തു കലമ്പേ വാങ്ങി. അല്ല കുട്ടി നിരപരാധിയാണല്ലോ. നമുക്കും വളരെ നീതി. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين. وجعلهم جذابا إلا كبيرا لهم لعلهم إليه يرجعون. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. രണ്ട് സ്ഥലത്ത് വെച്ച് ഏതെല്ലാം ജുഫാനുള്ളഹുവിൻ്റെ മദ്ദും പോയി. قالوا سمعنا فتى يذكرهم يقال له إبراهيم. പത്തൻ യذكرനാണ് മണിയുണ്ടാവും. മൂന്നല്ലേ, ഒന്ന് മണി, രണ്ടാമത് മണിമണി, മൂന്നാമത്തെ ലോ മണി. ഇവിടെ ഒറ്റ മണിയുള്ളൂ. അതുകൊണ്ട് പത്തൻ എന്ന തൻവീനിലെ മണിയുള്ളൂ. ജായിലെന്തില്ല, മണിയില്ല. ദാമനാക്കിച്ചൈ. അതേ അവസരത്തിൽ രണ്ട് തറപ്പിലും എന്തുണ്ട്, മണി ഉണ്ടാണെങ്കിൽ മണിമണിയായി അവസരിച്ചില്ല. ഇനിയോ നൂന് റാവും വന്ന് നോക്കട്ടെ. അതാ ഇപ്പോൾ ഇല്ലേ, ആ അവിടെ നോ മണി, അവിടെ പല്ലിൻ്റെ അടപ്പിൻ്റെ മണിയേ തീരെ ഇല്ലല്ല, പ്രശ്നമില്ല. നൂന് റാവും കൂടി മറബുസമാവാക്കി അവിടെ പല്ലിൻ്റെ അടം മണിൻ്റെ പ്രശ്നം ഉടലെടുക്കുന്നില്ലല്ലോ. قالوا فأتوا به على أعين الناس لعلهم يشهدون. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم؟ قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم എന്നും കൊണ്ട് أغفر لكم ولما تعبدون أُفٍّ لكم ولما تعبدون من دون الله أفلا تعقلون. ലക്കും അത് രണ്ടും കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ രണ്ടും ഇല്ലാണ്ട് പോയി. അത് മനസ്സിലായില്ല. മീമും ബാബും കൂടി ഒരേ സ്ഥലത്തെന്നാ പറയണ്ട്. അല്ലാണ്ടൊക്കെ പറയാൻ കഴിയൂല, രണ്ടും പറയും വേണം. അപ്പം ഇപ്പുറം ബാബില്ലാന്ന് വിചാരിച്ചാൽ ലക്കും എന്നെങ്ങനെ പറയുക? അത് പൂർത്തിയാക്കി കൊണ്ട് പറഞ്ഞു
എന്നുവെച്ച് അവിടെ പോയിട്ട് പുറമ്പ് തുണി അയച്ചു കൊടുത്തിട്ടൊന്നും വരണ്ട, ഉടനെ അടിയായിട്ട് വാവ് പറഞ്ഞോളാം. أُفٍّ لَكُمْ وَلِمَا تَعْبُدُونَ مِن دُونِ اللَّهِ أُفٍّ لَكُمْ وَلِمَا تَعْبُدُونَ مِن دُونِ اللَّهِ أَفَلَا تَعْقِلُونَ قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين. അവിടെ അങ്ങനെ തന്നെ കുന്തും ഭീമം ഫാ വശത്ത് തന്നെ വരേണ്ടത്. വാവ്, മീമ്, വാവ്, ബാ ഇതെല്ലാം കൂടെ ഒറ്റ സ്ഥലത്തുണ്ടാ പറയേണ്ടത്, അതല്ലേ? അപ്പൊ ചുണ്ടും ചുണ്ടാണ് മീമിലുണ്ടായത്, ചുണ്ടും പല്ലും കൂടി ഇവരവിടെ ഫായി. ഇനി قلنا يا نار كوني بردا وسلاما على إبراهيم ഒന്നും കൂടി وأرادوا به كيدا فجعلناهم الأخسرين ഇനി ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين ഒന്ന് ഒരാത്തും കൂടെ ഉണ്ട്. ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين وكلا جعلنا صالحين. കൊല്ലൻ എന്ന തന്മീന് ജീർന്നും കൂടി എന്താണ് കുറച്ച് സമയമാണത് ഇങ്ങനെ ഒന്ന് പരങ്ങണോ? وكلا جعلنا صالحين കുറച്ച് അളവ് കഴിഞ്ഞിട്ടില്ല, കുറച്ച് ഉൾപ്പെടും. وكلا جعلنا صالحين ആ വിട്ടു, അല്ലാണ്ട് അവിടെ തന്നെ കളിച്ച് ജന്നത്തെ ഞാൻ നട്ടോ ശ്രദ്ധിക്കുന്നു. ഇയാൾ വന്നാസ് എപ്പാ പറഞ്ഞ് തീരാന്ന് മകരോ അതാൽപ്പോ തോന്നിട്ടു. ജന്നത്തി വന്നാസാ പറയേണ്ടത്. അപ്പൊ എത്ര ഏറി പറഞ്ഞ ഒരു അലിഫിന്റെ കഥ. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. بأمرنا نرى وشبتوا جبرا sama-sama. وجعلناهم أئمة يهدون بأمرنا. Kafi. Itu. وأوحينا മറ്റൊരു കാര്യം ini. فلوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين. ഈ വട്ടം ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ? ആയത്തിൻ്റെ എണ്ണം നോക്കിയിട്ട് ആയത്തിൻ്റെ എണ്ണവും വട്ടവും തമ്മിൽ അല്ല മറ്റേ വഖഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഈ ആയത്ത് എന്ന് പറയുന്നതിനൊരു വഖഫുമ്മലായിരിക്കും ഈ ആയത്ത് അല്ല, ആയത്ത് എന്നുള്ളത് ഒരു വാരിതാണ്. ഇന്ന് ഇത്ര ആയത്ത്, ചിലപ്പോൾ വഖഫ് പൂർത്തിയായെന്നും വരാം, ഇല്ലെന്നും വരാം. ചിലപ്പോൾ ശേഷമുള്ള താലൂക്ക് ഉണ്ടാവും ആയത്തിൽ തന്നെ. അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂൻ. ഇവിടെ ആയത്തുണ്ട്. ലയഖൂലൂന മഖൂല് പറഞ്ഞിട്ടില്ല, വലതല്ലാന്ന് ഇപ്പുറം തുടങ്ങും. അല്ല വെച്ചിരുന്നു ലയഖൂലൂന. അപ്പം വട്ടം കണ്ടുകൊണ്ട് ലയഖൂലൂനയുടെ വഖഫ് ചെയ്തുകൂടല്ല. ഈ ആയത്തിന്റെ മാനദണ്ഡം എന്ത്? അത് വുറൂദ് തന്നെ. ഖുർആൻ്റെ എല്ലാം തന്നെ വുറൂദ് അങ്ങനെ അത്ര തന്നെ. അപ്പം എന്താകും? പരസ്പരം താലൂക്ക് ഉള്ളെങ്കിൽ അത് മാനയിൽ ഫസാദ് വരുന്നുണ്ടെങ്കിൽ കൂട്ടി നോക്കണം. അല്ലെങ്കിൽ വഖഫ് ഹസൻ എന്നുള്ള നിലക്കെന്താകും? ഇപ്പൊ ഫാത്തിഹയിൽ എത്ര വഖഫ് ഹസൻ ഉണ്ടല്ലേ? സൂറത്ത് ജിന്നിലും കംപ്ലീറ്റ് എന്തായിരിക്കും? എല്ലാ ഹസനുണ്ട് അതിൽ.
അതെല്ലാം പ്രൊഫസറുടെ വയ്ക്കണം. നിങ്ങൾ എന്തോ വകയിൽ ഇട്ടിരുന്നു ഏത് അതും പ്രൊഫസറടുത്ത് വരണം. ഉസ്മാനിയ മസാഫിൽ അങ്ങനത്തെ ജീമൂല്ല ഒന്നുമില്ല. ആകെ വകുപ്പത്തിലേ ഉള്ളൂ. 1 തമ്മ്, 2 കാപ്പി, 3 ഹസൻ. പിന്നെ മാന ഫസാദാകുന്ന സ്ഥലത്ത് കബീഹ എന്ന് പറയും. ആശയം തന്നെ മാറുന്നെങ്കിൽ അക്ബഹ എന്നും പറയും. അത് പ്രത്യേക വകുപ്പല്ല. കാരണം കബീഹ അക്ബഹ വകുപ്പ് ചെയ്യാൻ പാടില്ലാത്തല്ല, ചെയ്യേണ്ട പണിയല്ലല്ലോ. അത് ഏതിമാമ കിട്ടണമെന്ന് അവരോട് ചോദിച്ചപ്പോൾ തിരുങ്ങാണിക്കാരോട് ചോദിക്കുക, നിങ്ങൾ എന്തോ വകയിലെ കുറേ പറക്കിയിട്ടിട്ട് കാണുന്നു. ഇല്ല, ഈ മുസാഫിൽ എത്രയോ ലോക അടിസ്ഥാനത്തിലെ കമ്മിറ്റിക്കാർ പരിശോധിച്ചു. ഇതിലുണ്ടാ അലാമാത്തുൽ വഖഫിൽ ലാസിമി. അപ്പോൾ ഏതുണ്ട് ലാസിമായ വഖഫ് നമ്മൾ അറിയുന്നത് തന്നെ. ജീമ അലാമാത്തുൽ വഖഫ് മുസ്തബി തർഫീനി, അതായത് വെക്കുകയും ചെയ്യാം വെക്കാതിരിക്കുകയും ചെയ്യാം. മറ്റേത് വെച്ചേ പറ്റൂ. പിന്നെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. അവിടെ എന്താക്കാം, വെച്ച് അല്ലെങ്കിൽ വെക്കാണ്ട് പറയാൻ കേസിൻ്റെ രണ്ടൊരു പോലെ. പിന്നെ മറ്റേതോ അലാമാത്തുൽ വഖഫിൽ ജാസിമായ കൗലൽ വസ്ലിയാവൂല. മറ്റേ രണ്ടും ഒരുപോലെ അല്ലേ, ഇത് വസ്ലാണാവൂല. പിന്നെ ഇതാണ്. അപ്പം ചുരുക്കത്തിൽ എന്തായിരുന്നോ, വഖഫുൽ ജായിസിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഗ്യാസായി. അങ്ങനെ ഒരുപോലെയായത് വസ്ലാവൂല, വഖഫ് ആവൂല, 3 എണ്ണം ഇല്ലേ. പിന്നെ താവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ചാൽ മറ്റു സ്ഥലത്ത് വെക്കാൻ പാടില്ല. അല്ലെങ്കിൽ അർത്ഥത്തിൽ ഇതിനോട് വരും. ഒന്നെങ്കിൽ അപ്പുറം കൂട്ടണം അല്ലെങ്കിൽ ഇപ്പുറം കൂട്ടണം. അതവിടെ നമുക്ക് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. അവിടെ എന്താക്കി ലാ റൈബിൻ്റെ ആണെങ്കിൽ വെച്ച് ഫീഹ് എന്ന് വെച്ചാൽ ഫീഹിക്ക് ഒരു മൈനയും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഫീഹി എന്താക്കണം, ഇങ്ങോട്ട് കൂട്ടണം. അത് ഏറാബിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഫീഹി മുതൽ എന്താ പറയുമ്പോൾ മുഖ്തദ് ഖബർ വരും. ഫീഹി ഖബർ മുഖദ്ദം അല്ല, ലാ റൈബ ഫീഹി എന്നുള്ളത് ഫീഹി പുറത്തേക്ക് വരും. അപ്പോൾ ഹുദല്ലിൽ മുത്തഖീൻ വേറെ ഇറാബിലെ വരിക. ഒന്നുകിൽ ഖബറും ബാദ ഖബർ വരും, അല്ലെങ്കിൽ ഹാലായിട്ട് വരും. ഇതിൻ്റെ അക്കാഡമിക്കാരുണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അപ്പുറം ലോകാടിസ്ഥാനത്തിൽ. അത് ഓരോ തബയിലും പരിശോധിക്കും. അത് കഴിഞ്ഞ തബ ആക്കിയേക്കെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തും കയറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെയാണല്ലോ. ഒരു തബക്കം മാറുമ്പോൾ കത്ത് വന്നല്ലോ. നമ്മളെ ബുക്കിൽ നിന്നൊക്കെ പറഞ്ഞിടത്ത് എഴുതിക്കൊണ്ടപ്പോൾ അപ്പുറത്തെ ഭാഗത്തുനിന്നൊക്കെ എന്താക്കി സിർറ് ഒരു ഷർറായി മാറിയില്ല. സിർറ് പോയിട്ട് ഷർറായിട്ട് മാറി. നരേന്ദ്ര പള്ളി ഒന്നൊക്കെ അറിയപ്പെട്ട നോട്ടൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നു. ഇതൊക്കെ നല്ലൊരു എഴുത്തും കാണുന്നുണ്ടായില്ലേ. എന്നാൽ പിന്നെ നോക്കുമ്പോൾ അതും ഒരു സ്റ്റൈലേക്ക് എഴുതുന്നു. ഒരു സ്ഥലത്ത് എഴുതിയാണ്. അവിടെ നോക്കുമ്പോൾ അയാൾ പകർത്തിയത് ഷർറാണ്. വിശദ്ധിയിലയിക്കാൻ അങ്ങനെ തന്നെ പറിച്ച് അള്ളാഹ് നമ്മുടെ കമ്മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ പറിച്ച് കീശയിലിട്ട് ബിശദ്ദിഹിൽ ലദൈക്കാൻ എങ്ങനെ ഒരാൾ പറയാം? ഷർറ് കൊണ്ടെങ്ങനെ ആ തവസ്സുലയിൽ ഇനി ഷർറ് എന്നതാ ഈ ഹീൻ്റെ ഇലാഫത്ത് ആരിലേക്ക് ഇലാഫത്ത് ചെയ്ത് ഇതൊന്നും വിവേചനയില്ലേ. അല്ലാഹുമ്മ ബിശദ്ദിഹി ലദൈക വബിശൈരിഹി ഇലൈക എന്നാണ് റസൂൽ ഇമാമിൻ്റെ സലാത്താണ്. അല്ലാഹുമ്മ ബിശദ്ദിഹി ലദൈക വബിശൈരിഹി ഇലൈക ആമിൻ ഖൗഫി വാഖിൽ നസ്റതി എന്ന വാക്കി. നാത്തമ്മക്കം പറഞ്ഞ എന്താ വാക്കില്? പഠിച്ചവനെ ഓരോ ഷർട്ട് കൊണ്ട് ആരെ ഹീൻ്റെ ലബീരടുത്തേക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ എന്തോ മനസ്സിലൊന്നുമില്ല. ഈ ഇതിൽ കൊടുത്തത് ഇതിൻ്റെ കമ്മിറ്റിക്കാരുണ്ടാകൂടെ? അതവിടെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ചില വഖഫിൻ്റെ വിഷയത്തിൽ അക്കാഡമിക്കാരുടെ ഇജ്തിഹാദ് അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. റേഡിയോ ഉണ്ട് ഈ ഭാഗത്തിൻ്റെ. وكانت اللجنة برئاسة الشيخ علي بن عبد الرحمن الحليفي ولوية المشايخ عبد الرافع رضوان علي
ومحمود عبد الخالق جادو عبد الرزاق بن علي إبراهيم موسى عبد الحكيم بن عبد السلام خاطر محمد الغاثة ولد الشيخ ومحمد عبد الرحمن ولد أطول ومحمد تميم مصطفى الزعبي ومحمد عبد الله زين العابدين ولد محمد الغاثة അവരൊക്കെ അതിന് മെമ്പറുമാണ്. പ്രസിഡൻ്റായി ഹൃദയിക്ക് ഇപ്പോഴുള്ള ഹൃദയിക്ക് തന്നെ മറ്റൊരു സ്ഥലത്തുണ്ട് പറഞ്ഞിട്ട് അത് ചില അലാമത്ത് അമ്മ കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ എന്തായി, വെച്ചേ വെച്ചോ, വക്കം ചെയ്യാൻ വെക്കാതിരിക്കുകയും ചെയ്യാം. ആ വക്ക രണ്ടും ചെയ്യുമ്പോൾ എന്താക്കുക, വക്കൽ നല്ലത്, കൂട്ടിയോതിന് നല്ലത്. പിന്നെ ഒരു സ്ഥലത്ത് വെച്ചാൽ മറ്റേ സ്ഥലത്ത് വെച്ചുകൂടാം. أخذ بيان وقوفه مما قررته اللجنة المسلمة على مراجعة هذا المصحف على حسب ما اقتضته المعاني مسترشدة في ذلك بأقوال المفسرين وعلماء الوقف والابتداء قد داني في كتابه المكتفى في الوقف والابتداء هذا متى كتابه؟ هذا وأبي جعفر النحاس في كتابه القطع والائتلاف وما تبع من المصاحف سابقا. വല്ലൊക്കെ സനത് പറഞ്ഞല്ല. അല്ല അന്നത്തെ ലജനത്തുണ്ടാക്കിയിട്ടാണ് കുറച്ചപ്പുറം ഓടിയോ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ്. وأخذ بيان مواضع السكتات عند حفص من الشاطبية وشروحها وتعرف كيفيتها بالتلقي من أفواه الشيوخ. അത് എഴുതി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. സക്കത്ത് അങ്ങനെ ചെയ്യണമെന്നുള്ളത് ഉസ്താദിനെ നോക്കുന്ന പ്രാക്ടിക്കലായിട്ട് കേട്ടുപിടിച്ചുള്ളതാണ്. അടുത്തൊന്ന് ശ്വാസയിക്കാതെ കണ്ട് ഒറ്റ സ്റ്റോപ്പാക്കിയോ എടുക്കാൻ ആ ശേഷം അത് തെരുവങ്ങാടിക്കാരൊക്കെ സ്വന്തം പറയാനുണ്ട്. ഇതിലുള്ളത് ഇന്ത്യൻ കമ്മിറ്റി അംഗീകരിച്ചുകൊണ്ട് പിന്നെ ഒരു അയിന് കൂട്ടലുണ്ട്. അത് അനഫി മുസാഫിലുണ്ടാവും. എന്നുവെച്ചാൽ ഒരു വലിയ സൂറത്ത് പല റക്കാത്തിൽ ഓതുമ്പോൾ ഇവിടത്തും റെക്കോർഡ് ചെയ്യാമെന്ന് അവിടെ ഒരു താമായ ഒക്കെ പിന്നെ ചെറുത്ത് കൊണ്ടേക്കലാണ്. ഈ കിയാമേൽ ഒരു റക്കാത്തിൽ ഓതിയിട്ടാണ് അവസാനിക്കുന്നത്. അവനാണ് ഫിഖിഹിനൊക്കെയാണോ? ഇതാണ് ആദ്യത്തെ കഷ്ടം വലുതും രണ്ടാം കഷ്ടം ചെറുതുമാണോ? വെക്കുന്നതാണെങ്കിലോ മാന പൂർത്തിയായ സ്ഥലത്ത് വെക്കുകയും വേണം. ഇതിലത് കാണിക്കൂല. പ്രതിയാ കുത്തുബയില്ല. കുത്തുബയിൽ മഫഹുമായ ഒരാഴ്ചയിലോ അതിലെ ഉജൂബുള്ളൂ. അർത്ഥം പുറത്തേണ്ട എഴുതും എടുത്തിട്ട് മതി. അർത്ഥം ഫസാദാവൂലേ? അതെങ്ങനെയാ വരുന്നത്? അർത്ഥം മുഫഹിമാകുക എന്ന് പറഞ്ഞാൽ വൽ ഫജ്ർ എന്ന് പറഞ്ഞ ആയത്തല്ലേ. അവർക്കെന്താ തിരിഞ്ഞ് എന്തുകൊണ്ട് ഫായിദ ഉണ്ടായി? വൽ അസ്ർ ഇത് മതിയാവില്ല. മുഫഹിമാണ്, അതായത് സെൻറ്റൻസ് പൂർത്തിയാകണം. അപ്പോൾ വൽ ഫജ്ർ എത്തണമെങ്കിൽ ഇടം വെക്കണം. വൽ ഫജ്രി വലയാലിൻ നശ്രി വശഹ്രി വൽ വത്രി വല്ലൈലി ഇദാ യസ്റ ഹൽ ഫീ ദാലിക ഖസമുൽ ലദീ ഹിജറിൻ്റെ അവിടെ എന്താകുള്ളൂ മുഫഹിമാകുള്ളൂ. അർത്ഥം പൂർത്തിയാകുന്നില്ല. കുത്തപ്പോൾ തൽക്കാലം നിർണ്ണയിക്കാം. പക്ഷേ ഓത്തിനോട് കാട്ടുന്നതിന് അത് വീടുണ്ടാണ്. ആകെ വെള്ളിയാഴ്ചല്ല ലേശന ഒരാഴ്ച ഓതിപ്പോയെന്ന മുലക്കത്ത് വരാൻ പോകുന്നു. ഇത്ര ബിരിയാണി കളിഞ്ഞു പോകുന്ന വേഷയിലുള്ളൂ. അത് നമുക്ക് ചൂടാക്കല്ല. അപ്പൊ ഈ വട്ടം എന്ന് പറയുന്നത് വഖഫിന്റെ മാനദണ്ഡമേ അങ്ങനെ പറയും. അത് ഇതാഹലി ഉസ്താദ് പ്രത്യേകം എടുത്തുകൊണ്ടുണ്ട്. വട്ടം കണ്ടെങ്കിലെല്ലാം വഖഫുണ്ടെന്ന് വിചാരിക്കേണ്ട. ഇതിൽ മാറാം എന്താണ് ഈ സംഭവം ഫിൽ ഹമീം യുസ്ഹബൂന ഫിൽ ഹമീം എന്ന് മുതഅല്ലഖാണ്. ثم في النار يسجرون അതല്ല എന്താണ് ഒബില്ലയിൽ ഒബില്ലയിലില്ലേ? നിങ്ങൾ രാവിലെയും വൈകുന്നേരം മുതൽ കൂടെ നടന്നു പോകുന്നുണ്ടെന്ന് ഒബില്ലയിൽ അടുത്ത ആഴ്ചയിലാണ്. ഇനി വട്ടം കണ്ടില്ല എന്ന് വെച്ചാൽ വഖഫില്ല എന്ന് വിചാരിക്കണ്ട. അടക്കെല്ലാം വരാറ് താമും കാഫിയല്ലേ ഇപ്പം പറഞ്ഞില്ലേ? وجعلناهم أئمة يهدون بأمرنا
ആരെപ്പറ്റി മുമ്പ് എത്രയെ പറ്റി പറഞ്ഞിട്ടുണ്ട്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ലൂത്ത് പറഞ്ഞു, ഇസ്ഹാഖ് പറഞ്ഞു, യാക്കൂബ് പറഞ്ഞു. എന്നിട്ട് വകുല്ലൻ ജഅൽനാ സാലിഹീൻ, എല്ലാവരെയും നമ്മൾ സാലിഹീങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ? 2 വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം മറ്റുള്ളവരെ ഹിദായത്തിലാക്കുന്ന നേതാക്കന്മാരും ആക്കിയിട്ടുണ്ട്. 3 വൗഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ നിസ്കാരം നിലനിർത്താൻ, സക്കാത്ത് കൊടുക്കാൻ ഇതെല്ലാം വഹയും അറിയിച്ചിട്ടുണ്ട്. ഒക്കെ വഖഫ് കാഫിയായി. അങ്ങനെ തന്നെയല്ല അറിഞ്ഞല്ലോ. എന്നല്ലാണ്ട് എവിടെയെങ്കിലും കഷ്ടം വെച്ചിട്ട് ബാക്കിയും പൂർത്തിയാക്കാൻ തുടങ്ങൂലല്ലോ. കലാമുന ലഫ്ദും മുഫീദുൻ എന്നല്ല പറഞ്ഞു. അതെ നമ്മ ഇന്നലെ ഓതിയല്ലേ. ذلك بأنهم قالوا إنما البيع مثل الربا. ഖാലൂന്റെ കുറെ വാദം തീർന്നു. അതിന്റെ റദ്ദാണ് വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. എന്താണ്? ബൈഅ അല്ലാഹു തആല ഹലാലാക്കിയതാണ്, റിബ അല്ലാഹു തആല കഠിനമായി ഹറാമാക്കിയതുമാണ്. രണ്ടിൻ്റെ ഹുക്മ് രണ്ടും രണ്ടാണ്. നിങ്ങൾ കൂട്ടിക്കലർത്തിയിട്ട് എന്താക്കണ്ട, ബൈഉം റിബയും ഒന്നാക്കണ്ടാന്ന് റദ്ദാണല്ലോ. ആ സാഹചര്യത്തിന് വായിക്കാല. നമുക്കിപ്പം തന്നെ ഇന്നൊന്ന് പുള്ളിയെല്ലാം വായിച്ച് ഹറാമ ഫത്തും കസറെല്ലാം വായിച്ച് നമുക്ക് നമ്മൾ വായിക്കുമല്ല. അതെ, അല്ല ഈ കാണുന്ന ഫത്തും കസറും നമ്മ സുഖവും ശബ്ദവും മദ്ദും എല്ലാം കളയാം, പുണ്യെല്ലാം കളയാം. ഇതിനെ വായിച്ചുകൂട്ടി നാടെന്താ വേണ്ടത് ഞമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ അറബികൾക്ക് തിരിയേണ്ടത് അതിനല്ലേ ഇത് കൊണ്ടാ നിൽക്കുക. ഹജ്ജാജ് ചെയ്ത നേട്ടം കണ്ടെങ്കിൽ അറ്റന്നേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞു. എന്താണ്? അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലിഹി നാരൻ ഓതിയപ്പോൾ അതാ എന്തോട്ടാ, അതാണ് തുടക്കം ഹദീനത്തുൽ അസ്റാറിൽ പറഞ്ഞത്. അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ തൊട്ട് അല്ല ദൂരത്താണ്. വറസൂലിഹി എന്ന് പറഞ്ഞാൽ മിനൽ മുശ്രിക്കീനെ തൊട്ട് അറ്റപ്പാക്കിയാൽ എന്തായിട്ട് റസൂലിനെ തൊട്ടോ അല്ല ദൂരത്താണ്. ആകെ വസാതായില്ലേ? അതിനാണ് ഹജ്ജാദ് എന്താക്കുന്നത്, ഈ ഖത്തർ വരുന്ന സ്ഥലത്തെല്ലാം ഓരോ അലാമത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നീട് അത് വർദ്ധിച്ച് അല്ലെങ്കിൽ കൊടുത്തു. അതും കൽപ്പന പ്രകാരം വെച്ചെന്നല്ല നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. റിബ കഴിഞ്ഞിട്ട് പിന്നെ ഏതാ തുടങ്ങിയത്? എഗ്രിമെന്റ് എഴുതില്ല. റിബ കഴിഞ്ഞിട്ട് കടപ്പത്രിക. എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം കേൾപ്പിച്ച് ഏത് ഈ ഇത്രാമത്തെ ആയത്തിന്റെ ഇടയിലാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞെടുത്തപ്പോൾ നബി തങ്ങൾ അങ്ങനെ വെച്ചൊന്നുമില്ല. ഇന്നലെ കത്തി തോന്നിയത് അതിൽ വെറും താമ്പൂതി വെച്ചത്, അതിൽ നമുക്കൊന്നും ചിന്തിക്കാനില്ല. ഈ ആയിക്കാണ് ആയത്തിന്റെ തർത്തീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തതല്ല. ഇതേ തർത്തീബിലെ ലഹൽ മഹ്ഫൂദിലും ഉണ്ടാകാം. പക്ഷെ ഇറങ്ങുമ്പോൾ എന്തുണ്ടാകും? അവസരോചിതമായി അവിടുന്ന് ഇവിടുന്നെല്ലാം എടുക്കും. നമ്മൾ മഴതോറിയുമ്പോൾ കണ്ടില്ലേ, മഴതോറിയുമ്പോൾ ആദ്യം തുടങ്ങിയ കെൽമത്തല്ലല്ലോ അടുത്ത ആയത്തോത്തിൽ. അവസരോചിതമായിട്ട് ഇങ്ങനെ നുസൂല് നോക്കി നോക്കാൻ പാടില്ലെന്നല്ലേ. നുസൂലിനെ പറ്റി വ്യാഖ്യാനിക്കുന്ന ഒരു വേറെ തന്നെ മുസാഫുണ്ട്. അങ്ങനെ അതിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ അതോടെ അല്ലമൽ ഇൻസാന മാ ലം യഅലം. പിന്നെ ഉണ്ടാവും യാ അയ്യുഹൽ മുദ്ദസ്സിലൂൻ. കുറച്ചൊക്കെ വന്നാൽ മറ്റൊന്നും ഇത് ഓതാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഇറങ്ങിയെന്ന് കാണിക്കാനാണ് മുസാഫ്. അത് അങ്ങനെ പ്രവർത്തിക്കാനല്ല. പക്ഷെ അത് ജനങ്ങൾ കൊടുത്ത് അങ്ങനെ പറയും കളിയില്ലേ. അത് പറയുന്നുണ്ട്. മുസാഫ് അല്ലാത്ത രൂപത്തിൽ നമ്പറിട്ട് പറയുന്നുണ്ട്. അതിനകത്തിൽ തന്നെ കുറെ സൂറത്ത്, അത് സൂറത്താ പറഞ്ഞു, ആയത്തല്ല, സൂറത്തിൻ്റെ അർത്ഥം. ഒന്നാം നമ്പർ ഇക്റത്, രണ്ടാമത് ഇന്നത്, മൂന്നാമത്തത് ഇങ്ങനെ ഉണ്ട്. ഇപ്പം മാത്രം പറഞ്ഞ ഹദീസിന്റെ കിതാബില്ലേ. അതിനാണ് ഇവർ ഇത് കാറ്റിക്കഥയാക്കി തിരിക്കുമ്പോൾ അസഹി സഹി എന്നുള്ള കിറവ് കളിക്കുമ്പോൾ പല വകുപ്പാക്കി തിരിക്കുമ്പോൾ
ഈ ലൈഫ് ഓതണം പഠിക്കണം അമൽ ചെയ്യണമെന്ന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ അത് ഗ്രന്ഥിച്ച് വെറുതെ ഗ്രൂപ്പാക്കി തിരിക്കുകയാണ്. ഇപ്പം ബുഖാരി മാമേൻ്റെ 18ഓളം ഹിതാബുണ്ടല്ലോ ഹദീസിൽ. ഈ സഹീഹ് ബുഖാരി മാത്രമല്ല, ചിലതിനെ ഫസലാക്കി തിരിക്കും. ഈ മിഷ്കാത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്? ആദ്യം ഏറ്റവും ഗ്രേഡ് കൂടിയ ഹദീസ് 1-ാം ഫസലി, താരതമ്യേന ലേശം കുറഞ്ഞ 2-ാം ഫസലി, 3-ാം ഫസലിലെല്ലാം ബാരിക്കുണ്ടാവും. അത് ഈ ചരുവിലുണ്ടാവും, മോങ്ങലുണ്ടാവും, മുള്ളനുണ്ടാവും, കരിമീനുണ്ടാവും, കരിമീനുണ്ടാവും, മത്തിയുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇത് 10 പണിയെടുത്തും. അപ്പോൾ ഇഷ്കാത്തിലുണ്ട് എന്നൊരാൾ തെളിവ് തിരിച്ചാൽ എത്രാമത്തെ ഫസലിനും കൂടെ ചോദിക്കണം. ഓരോ കിതാബിന് ഓരോ പോകല്ലേ, അത് നല്ലതും ഉണ്ടാവും. നമുക്ക് നോക്കാം. ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين وأدخلناه في رحمتنا إنه من الصالحين. അവിടെ ചേർത്ത് വന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. അത് ചേർത്ത് വന്ന ഖുർആൻ അങ്ങനെ ചേർത്ത് വന്നു. അതെല്ലാം സമർപ്പിച്ചല്ല, അതിൻ്റെ അനിവാര്യത ചോദിക്കുന്നു. കാഫി അത് ഒക്കെ കാഫിയല്ലേ സാധനം. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ബാക്കിയാണ് വധഹല്ലാഹു. എന്നിട്ട് മുമ്പ് പറഞ്ഞില്ലേ വനജ്ജയ്നാഹു മിനൽ ഖറിയ, എന്നിട്ടോ വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ. കാഫിയാണ് ആയത്ത് മുഴുവൻ. അപ്പൊ ഇറാബിയായ ബന്ധമില്ല, മൈനയിലുള്ള ബന്ധമാണ്. ബന്ധം രണ്ടുണ്ട്. ഒന്ന് ലാഹിറായിട്ട് ഇറാബിയായ ബന്ധം ഉണ്ടാകും, മറ്റൊന്ന് ഇറാബിന്റെ ബന്ധം ഉണ്ടാവില്ല, പക്ഷെ മൈനയിൽ ബന്ധം ഉണ്ടാകും. അപ്പൊ മൈനയിൽ ബന്ധം ഉണ്ടായിരുന്നു പറയും കാഫി, ഇറാബിൽ ബന്ധമുള്ളതിന് അച്ഛൻ. അതിലെ എവിടെയാണോ മഅന പൂർത്തിയാകുന്നത് അവിടെയാണ് വഖഫ് ഉണ്ടാകുക. ഇത് വഖഫ് ഇത്തിറാറിയോ ഇഷ്തിയാരിയോ? ഇഷ്തിയാരിയൊക്കെ എൽത്തുറാറ്. പിന്നെ അതിന് രണ്ടില്ലല്ലോ. എവിടുന്ന വണ്ടി പഞ്ചറാന്നാണ് നിർത്തിക്കൊള്ളുന്നില്ലാണ്ടാണ് നോ പാർക്കിംഗ് ഒന്നും പാർക്ക് ചെയ്യാന്ന് രണ്ടുമില്ലല്ലോ. അത് ഇമ്പാർക്ക് വരുമോ? അതാണ് അതിൻ്റെ പാർക്ക് ആകെ ചിന്തിക്കരുത്. അപ്പൊ ഇഷ്ടിയാരിയായ വഖഫ പറയുന്നത് വഹീലിമാത്തമ്മ, ശ്വാസം പൊട്ടിയിട്ടോ അതായിട്ടോ കൊല വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വഖഫ് വന്നു പോക്കാന്ന് ഇൽത്തിറ അറിയുന്ന പറയും. അതിന് ഇൽത്തിറാന്റെ മൊത്തത്തിൽ ഹുക്കുമില്ലല്ലോ. എന്നിട്ട് വഹീലിമാത്തമ്മ, എന്നിട്ടോ ഒന്നിക്ക് തഅല്ലുഖ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവില്ല. രണ്ട് ഇഹ്തിമാലില്ലേ. ഇനി തഅല്ലുഖ് ഉണ്ടാകുമ്പോൾ ഒന്നിക്കൽ എന്താകും? ലഫ്ദ് ഉണ്ടാകും, അല്ല മഅന ഉണ്ടാകും. അപ്പോൾ ഒട്ടാകത്തിനായി 3. ഫഇല്ലം യൂജദി തഅല്ലുഖുൻ ഔ കാന മഅനൻ, അല്ലെങ്കിൽ തഅല്ലുഖ് ഉണ്ട് മഅനയായിട്ട്. അപ്പോൾ ഫത്താമു വൽ കാഫി, ഫത്താമു ഫൽ കാഫി. ഒന്നാമത് പറഞ്ഞത് അല്ല, ഫഇല്ലം യൂജദി എന്ന് പറഞ്ഞാണ് ആ പാട്ടിട്ട് പറഞ്ഞത്. അത് താമ്. രണ്ടാമത് പറഞ്ഞത് ഫൽ കാഫി. അടപ്പാട്ട് ഫത്താമു ഫൽ കാഫി വലഫ്ളൻ. ഏത് ലഫ്ള് കൊണ്ട് തഅല്ലുഖുണ്ടെങ്കിൽ വലഫ്ളൻ ഫൽ ഹസൻ ഇല്ലാ റൂസല്ലാഹി ജവീസ് ഫൽ ഹസൻ. അല്ല, ഇല്ലാ റൂസല്ലാഹി ജവീസ് ഫൽ ഹസൻ. ആയത്തിന്റെ ചിലപ്പോൾ ചിലർ ഒത്തുവരും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അർറഹ്മാനിർ റഹീമിന്റെ ബാക്കി സിഫത്തും അതേ സിഫത്താണല്ലോ മാലികി യൗമിദ്ദീൻ. പക്ഷെ ആയത്തുണ്ട് അത്തമ്പത് അങ്ങനെ ഇസ്ലാം ഉണ്ടാക്കില്ല. അത്തമ്പെന്ന് മാനയിൽ ബഹുദൂരം മകലുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പറച്ചിലുണ്ടാക്കലാണ്. ഇതുപോലെ أولئك على هدى من ربهم وأولئك
ഹുമുൽ മുഫ്ലിഹൂൻ വെച്ച് തൊട്ടപ്പുറത്താണ് ഇന്നല്ലദീന കഫറു. അപ്പം മുഫ്ലിഹീങ്ങളും ഇന്നല്ലദീന കഫറു തമ്മിൽ ബഹുദൂരം അകന്നുപോയി. ഇത്ര അങ്ങനെ പറയുമ്പോൾ നല്ലോണം അകന്നല്ലോ എന്ന് വെച്ചിട്ട് എത്തുമ്പോൾ നമ്മൾ ഉണ്ടാക്കലല്ല. ഈ ഉറായിങ്ങൾക്ക് ഇസ്ലാമില്ല, താമന്നു. അങ്ങനെ കബീഹും അക്ബഹും ഉണ്ടല്ല. വഖഫ് ചെയ്തിട്ട് മാന ഫസാദായി. ഫസാദാകുമ്പോൾ എന്താകും? കബീഹ് എന്ന് പറയും. അത് ഇസ്ലാമിൻ്റെ ആശയത്തിന് തന്നെ എതിരായിപ്പോയി. അന്നേരം അക്ബഹ് എന്ന് പറയും. സുന്നത്തിൻ്റെ ബാധിക്കുമല്ല. അതെ, അവിടെ വഖഫല്ലല്ല, അത് മഹദന്റെ സിഫത്തിന്റെ വ്യത്യാസം. നമ്മൾ വഖഫല്ല നമ്മളെ ചർച്ചാ വിഷയം. ഇനി ചില സ്ഥലത്ത് വഖഫ് ചെയ്ത ഇബ്തിദാ പാടില്ലാത്ത സ്ഥലം ഉണ്ടാകും. എവിടെയെങ്കിലും വെച്ച് പൂട്ടി. എന്നിട്ടോ അലാ ഇന്നഹും മിൻ ഇഫ്കിഹിം ലയഖൂലൂന എന്ന് പറഞ്ഞിട്ട് പൂട്ടി വെച്ചിട്ട് പോയി. എന്നിട്ട് അവിടുത്തെ ഭയന്നിട്ട് വലതല്ലാന്നുള്ള പറ്റുമോ? ഇബ്തിദാ പറ്റില്ലല്ലോ. അങ്ങനെ ചിലത് ആശയം പൂർത്തിയാകേണ്ട വക്കലുണ്ട്. ഇപ്പം ഹറമാത്തില്ലേ, പെണ്ണുകെട്ടൽ ഹറാമാക്കപ്പെട്ട പെണ്ണുങ്ങന്മാർ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവിടെ ആ ജ്യൂസ് ഈ ജ്യൂസിൻ്റെ അലാമത്തേ അല്ല. അതെന്താക്കുന്ന 30 ദിവസം കൊണ്ട് റമദാൻ മാസം ആക്കാന്നുള്ളതിന് ഒരു ഭാഗിക്കൽ എന്ന് മാത്രമാണ്. നമ്മളെ മറ്റുള്ളവരും ഭാഗിക്കും പോലെ അതുകൊണ്ടൊരു ബന്ധമില്ല. എന്നിട്ട് വൽമഹസന തീർന്നു തുടങ്ങും. വൽമഹസന അതിൻ്റെ ബാക്കിയാണ് മുംബൈറ്റിൻ്റെ ബാക്കിയിരിക്കും. അതൊക്കെ ബോധപൂർവ്വം ചിന്തിക്കണ്ടല്ല. അവിടെ ഇങ്ങനെ പട്ടപ്പൂജയുണ്ട്, അത് ചിത്രം വരച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. അവിടുന്നെങ്കിലും ഒരു മുസ്ലിമായ ശക്തി തുടങ്ങണം. അപ്പോൾ ഹെഡിമത്തിലാണ് തുടങ്ങേണ്ടി വരും. നല്ല നീണ്ടായതല്ലേ ഹെഡിമത്ത് അലൈക്കും നമ്മാത്തുക്കും. അതെ, അല്ല നമ്മൾ വെക്കുന്നത് ഓരോ സ്ഥലത്തും നമുക്ക് പൂർത്തിയായും വേണം, അതോടൊപ്പം തന്നെ തപാലും വേണം. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين. ഇവിടെ കണ്ടത് നേരത്തെ പറഞ്ഞ ഒരു ജീമത ഈ കമ്മിറ്റി അംഗീകരിച്ചത് അതെന്താണ്? വെക്കുകയും ചെയ്യാം, വെക്കാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മയന നോക്കിയിട്ടെന്ന് വനസറനാഹു, അതെ നൂഹ് അലൈഹിസ്സലാമിനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ആരെ തൊട്ട്? മിനൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിന. അപ്പോൾ ആ കൗമ അതായത് കദ്ദബൂ ബിആയാതിന അത് മറ്റൊന്നാണ്. ഇന്നഹും കാനൂ ഖൗമ സൗഇൻ. അപ്പോൾ വെച്ചത് കൊണ്ടോ കൂട്ടിയെടുത്തുകൊണ്ടോ കൂട്ടി ഫൈദൊന്നും ഉണ്ടാകുന്നില്ല. അതാ മുസ്തവി തറഫൈനി. ഇനി ഞാൻ പറ അല്ലാതെ എടുത്തിട്ടില്ല. ഞാൻ പഠിച്ച കലമൽ കോമിലാണ് തൊട്ടടുത്തൊക്കെ വന്നത്. എടുക്കണമെന്ന് മാത്രം അല്ല, അസ്കർ എടുക്കൂല, കുറെ കാലമില്ലേ അല്ല എടുക്കണമെന്ന് കേട്ടിന്. കലമൽ കോമി വെക്കുന്നാല് ഷാഹിദി. കലമൽ കോം എന്താണ്? ഇത് അപ്പസത്തിന്റെ പായിലാണ്. അപ്പം അതടുത്ത് തീർന്നു. وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. ഒത്തയിലാണ് റാന്ത കൊണ്ട് സമാച്ചാൻ എപ്പോ മനസ്സിലോ? അല്ല നീ ഏറ്റു പറയുന്നമ്മ
وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. അത് പടയങ്കി ഉണ്ടാക്കേണ്ട പഠിപ്പ്, എങ്ങനെയാണ് നെയ്യേണ്ടത്, എങ്ങനെ പാചകം ചെയ്യണം എന്നുള്ളത് അല്ലംനാഹു ആക്കി ദാവൂദ്. എന്താ പടയെങ്കിൽ ഇത് ഹെച്ചനക്കും വിഭവസിക്കും, യുദ്ധത്തിലും മറ്റൊക്കെ അപകടങ്ങൾ വരാതിരിക്കാൻ കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യത്തെ പഠിപ്പിക്കാൻ തുടങ്ങുന്ന നന്നായിരുന്നു. അപ്പോൾ പത്തൽ ചുടാൻ പഠിപ്പിച്ചാൽ കുബൂസ് ഉണ്ടാക്കാൻ ആദ്യം പഠിപ്പിക്കുന്നത് ആദ്യം അള്ളാഹ് തുടങ്ങണം. പിന്നെന്താക്കും ബാക്കി അള്ളാഹ് പഠിപ്പിക്കുന്ന നിർത്തിയിട്ട് ബാക്കി ആക്കുന്നതാണ്. ഉമ്മ ചാവൊക്കെ നോക്കിയിട്ട് പഠിച്ചോ, നെയ്ച്ചോറൊക്കെ നോക്കിയിട്ട് പഠിച്ചോ എന്നിട്ട് പോകും. അതല്ലേ ഇവർക്ക് ഇരുമ്പ് ചൂടാക്കൊന്നും വേണ്ടല്ല. കൈയോട് പിടിച്ചാൽ ഈ പത്തലിവിടുന്ന ആളുകൾ അജീന് മേപ്പളം പോലെ ആവുന്നില്ല, അതും മേടിച്ച് തത്താം. അല്ല ഇത് നിന്നുമല്ല ഊത്. ശൈത്താന്മാറ വൈപ്പെടുത്തി കിട്ടിയത്. പിന്നെ മുങ്ങാന്മാർ മുങ്ങിയിട്ട് കടലിനടിയിൽ നിന്നെല്ലാം സാധനം എടുത്തോണ്ടാണ് യകൂസും. പിന്നെ ബില്ലിംഗ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ ബില്ലിംഗ് ഉണ്ടാക്കി തീർത്തോളും. പിന്നെ ബന്നാഹിം ഹവാസ് എന്ന് പറഞ്ഞില്ല, വാഖറീന മുഖറീന ബിൽ അസ്ഫാർ ഉണ്ട്. കൊത്തുകൾ കാട്ടിയിട്ട് ചങ്ങലക്കിട്ട് ജയിലിലടക്കപ്പെട്ട കുട്ടിയും കാണാം. അറസ്റ്റ്. അതൊക്കെ സുലൈമാൻ അലി ഇസ്ലാമിൻ്റെ പ്രത്യേക ഒരു മെഴുതുണ്ട്. ഇനി അല്ല ആളെ അന്നേരം തിരുത്തിയാൽ പോലെ, അത് ശരിക്കും തന്നെ പറഞ്ഞു. എപ്പോഴും കൂടെ കൂട്ടണം. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين وإسماعيل وإدريس وذا الكفل كلا من الصابرين. ലാമ് ഹബിയായിട്ടുണ്ടാവും. അതുകൊണ്ട് ഫായിൽ കൂടിയാണ് ലാമിലേക്ക് കയറുന്നത്. വാ എന്ന് പറഞ്ഞാൽ ഉറച്ചിരിക്കാത്ത അക്ഷരല്ലേ. അപ്പം ലാമ് പറയുന്നുണ്ടാകും, പക്ഷേ കൽക്കലത്ത് വരില്ല. പറയുന്നാക്ക് കിസ് മാത്രം കേൾക്കും. وإسماعيل وإدريس وذا الكفل كل من الصابرين. അപ്പം പറയാതെ ലാമ കുട്ടികളെയും പറ്റൂല. അതാ ആ ലാമ് ഒഴിവാക്കാനാണ് ഫാക്കം തന്നെ കൽക്കലത്ത് കൊടുത്തു. അതായത് ഈ നമ്മൾ കിടക്കുമ്പോൾ കയറി നിന്നിട്ട് സാധനം എടുക്കാൻ നോക്കിയാട്ടെ കാലിങ്ങനെ ആക്കിയിട്ട് വേറെ ഉറച്ചു കിട്ടൂല. അതേ പക്ഷേ ഹാർട്ടായ സ്ഥലത്തും കയറി നോക്കിയാൽ ഇതേമാതിരി ഈ കടുപ്പ് കുറഞ്ഞ അക്ഷരത്തിൽ വന്ന് സുഖൂലേക്ക് തുള്ളാൻ കഴിഞ്ഞാൽ എന്താക്കും മറ്റേ പറയാൻ കഴിയില്ല. അപ്പം നമ്മളെ വകയിൽ എന്താക്കി ഇതിന് കടുപ്പം കൂട്ടി. കിഫിലെന്ന് പറഞ്ഞാൽ സാധാരണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കൽ എന്നൊക്കെ പറയും. പക്ഷെ എന്നോട് വെൽക്കിഫിന് ഒറ്റപ്പേരാണ്. വെൽക്കിഫ്
وأدخلناهم في رحمتنا إنهم من الصالحين. അതോടിയിട്ടില്ലല്ലോ. وأدخلناهم في رحمتنا إنهم من الصالحين. റഹ്മത്തിനോട് വെക്കാൻ എന്താണ്ടാ പുതിയ എന്തുണ്ടാല് ബന്ധുഗുണോ? അതെ. അമ്മയോ ഒറ്റക്ക് ഒറ്റക്ക് എറിയാൻ എന്താകും ചാർജ് കൊടുക്കേണ്ടി വരുമോ? രണ്ടാളും കൂട്ടി കൂടിയാൽ 12 ടിക്കറ്റ് എടുക്കത്തും ഇല്ലേ? എന്തായാലും ഉണ്ടാക്കി റഹ്മത്തിനാണ് വക്കഫ് ചെയ്താൽ മധ്യലാഭം കിട്ടി. സമാസോദിയത് വദഖൽനാഹും وأدخلناهم في رحمتنا إنهم من الصالحين. അപ്പോൾ ചേർത്തോറും എന്താകും? അമ്പത്തലായ മദ്ദും കൂടി. ഇനി وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഒരാൾക്ക് എന്നും فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. لا إله إلا أنت سبحانك إني كنت من الظالمين. അവിടെ വക്കഫിൻ്റെ ഇനം പറഞ്ഞാൽ സമാസം പറയണം. ഏത്? ആ ദിക്റെടുക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക എന്നോട് തമ്മായി. അത് അള്ളാഹുവിൻ്റെ ചർച്ചയാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ തൗഹീദാണ്, രണ്ടാമത് തസ്ബീഹാണ്. ഇന്നീ കുന്തു മിന അല്ലാഹി നമ്മളെ സ്വന്തം കാര്യമാണ്. അപ്പം എന്താ സുബ്ഹാനക എന്നോട് വഖഫ് തമ്മായി കാഫി. ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞ കാഫി. എങ്ങനെയും അള്ളാഹിനെ പറ്റി തഹ്ലീലേ പറഞ്ഞിട്ടുള്ളൂ, തസ്ബീഹ് പറയാൻ ബാക്കിയുണ്ട്. ഇറാബിൻ്റെ ബന്ധവുമില്ല. അപ്പോൾ കാഫി لا إله إلا أنت سبحانك إني كنت من الظالمين. ഇനി ഒക്കെ ഒന്നും ചെയ്തില്ല, ഒറ്റയ്ക്ക് ഓതുകയും ചെയ്യാം. നമ്മൾ ഓതുമ്പോൾ ഉണ്ടാകുന്ന ഒരു തക്സീം പറഞ്ഞതാണ്. അത് ഇറാബല്ലേ, അതാണ് ദൂ എന്ന കലിമത്താണ് ആദ്യം വരിക. അതിന് റഫ്ഇൻ്റെ ഇറാബാണെങ്കിൽ ദൂ എന്ന് പറയും, വാവ് കൊണ്ട് പറയും ദൂ.